السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ലോകത്തിന്റെ അനുഗ്രഹമായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ആ തങ്ങളെ അളവറ്റ് സ്നേഹിക്കാനും ആ തങ്ങളുടെ മേൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അവിടത്തെ മദ്ഹ് പറഞ്ഞും അവിടത്തെ മൗലിദ് ഓതിയിട്ടുമാണ് വിശ്വാസികൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ, അവിടുത്തെ മൗലിദ് ഓതിയിട്ട് അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ട് സന്തോഷിക്കാൻ നമ്മെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ലോക ജനത സന്തോഷിക്കട്ടെ, ലോക ജനതയോട് സന്തോഷിക്കണം എന്നത് തങ്ങൾ കൽപ്പിച്ചു കൊടുക്കണം. ആ റഹ്മത്ത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഫദ്ല് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷിക്കട്ടെ. അവിടെ മുഫസ്സിറുകൾ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ കൊണ്ട് ഫൽയഫറഹു, ലോക ജനത സന്തോഷിക്കട്ടെ. മൗലിദിന്റെ സദസ്സ് എല്ലായിടത്തും സംഘടിപ്പിക്കണം. മൗലിദിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ വളരെ അദബോടെ, വളരെ ബഹുമാനത്തോടുകൂടെ ഇരിക്കണം. കാരണം റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും കാരുണ്യവാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാണ്. കാരണം റസൂലുള്ളാഹിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയെ, തങ്ങൾ അഖില ലോകത്തിനും കാരുണ്യവാനായിട്ടാണ് നാം നിയോഗിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തന്നെ മുത്തുനബിന്റെ മഹത്വം പറഞ്ഞു, മൗലിദ് ഓതി. അപ്പൊ അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതണം. ആ തങ്ങളെ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കണം. ആ മൗലിദിന്റെ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ വലിയ നേട്ടമാണ് കിട്ടുന്നത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചിട്ട് നമ്മൾ നമുക്കാകുന്ന ഏതെല്ലാം രൂപത്തിൽ എത്ര പ്രൗഢിയോടെ അവിടുത്തെ മൗലിദിന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ കഴിയുമോ അത് നിങ്ങൾ സംഘടിപ്പിക്കണം. അതിനുവേണ്ടി എത്ര ചെലവാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അത്രക്കും നിങ്ങൾ ചെലവഴിക്കണം. അവിടുന്ന് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്ന. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആള്, മുത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാൻ, മുത്തുനബിയുടെ സന്തത സഹചാരിയായി മുത്തുനബിയോടൊപ്പം കഴിഞ്ഞ മഹാൻ പറഞ്ഞു, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് ഒരു ദിർഹം ചെലവഴിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, ആ മനുഷ്യൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്, എന്നോടൊപ്പം സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് ആ മനുഷ്യനെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും വലിയ സത്യവാനാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ മുത്തുനബിന്റെ മൗലിദ് ഓതണം, അവിടത്തെ മദ്ഹ് പറയണം. മുത്തു റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടത്തെ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു, ഇൻദമാ സുഇല അൻ സൗമി യൗമിൽ ഇത്നൈനി, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാലിക യൗമു ഉലിത്തു ഫീഹി, ആ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചത്, എന്റെ ജനനം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിച്ചിട്ട് അതിനെ ആദരിച്ചിട്ട് നോമ്പെടുക്കുന്നതാണ്. അപ്പൊ മുത്തുനബി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ മൗലിദ് പഠിപ്പിച്ചിട്ടുണ്ട്, മൗലിദ് ഓതണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്, മഹത്വം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ വിഷയം
മുസ്ലിമിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം. മങ്കൂസ് മൗലിദ് അടക്കം എല്ലാ മൗലിദും നമ്മുടെ വീടുകളിൽ എല്ലാ വീട്ടിലും റബീഉൽ അവ്വൽ 1 മുതൽ 30 ഉൾപ്പെടെ ദിവസങ്ങൾ ഒരു ഹദീസെങ്കിലും മുത്ത് റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം. നമ്മുടെ വീടുകളിൽ മൗലിദിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കണം. നമ്മുടെ ത്വാഖത്തനുസരിച്ച് ആവതനുസരിച്ച് നമ്മൾ ആളുകളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതിയിട്ട് അതിനു വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യണം. അത് പുണ്യകർമ്മമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കാനും അവിടത്തെ മദ്ഹ് പറയാനും പാടാനും മൗലിദ് പാരായണം ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരോടൊപ്പം മുത്തായ തങ്ങളുടെ ജിവാറിലായി സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.